വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ, സെന്റ് ജോൺ ഓഫ് ഗോഡ്. പാവങ്ങളുടെ വിശുദ്ധനായിട്ടാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്. (1495) പോർച്ചുഗലിലാണ് വിശുദ്ധൻ ജനിച്ചത്. ഭക്തരായ മാതാപിതാക്കള്, ചെറുപ്പത്തിലെ സ്നേഹവും പരിലാളനയും എല്ലാം നൽകി മാതാപിതാക്കള് പരിപാലിച്ചു, വളർത്തി. ആ നാട്ടില് അന്ന് കാലത്തൊരു പ്രത്യേകതയുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ സൗകര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ കുടുംബങ്ങളിലേക്ക്, വലിയ ഉത്തമമായ ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് കുട്ടികളെയൊക്കെ ദത്തെടുക്കുന്ന ഒരു പരിപാടി. അങ്ങനെ നമ്മുടെ ജോണിനെയും 8-ാം വയസ്സിൽ ദത്തെടുക്കുകയാണ്. സ്പെയിനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഫ്രാൻസിസ്കോ എന്ന പേരായ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് നമ്മുടെ ജോൺ വളർന്നു വരിക. സ്പെയിനിലെ പ്രത്യേകത ആടിനെ വളർത്തലാണ് അവരുടെ പ്രത്യേകമായിട്ടുള്ള ജോലി. കൊളോണിയൽ കാലത്തിന് മുൻപ് അവിടെ സ്പെയിനിലെല്ലാം സമ്പന്ന രാഷ്ട്രമായിട്ട് വരുന്നത് ഈ ആടിൻ്റെ രോമവും മറ്റുമെല്ലാം വിറ്റിട്ടാണ്, അതിൻ്റെ പൈസ കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും അവിടെ ആട് വളർത്തലാണ് അവരുടെ എല്ലാം ജോലിയായിട്ട് വരിക. അന്ന് ആ കാലത്ത് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഒരു യുദ്ധം നടന്നു. അവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരോട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ജോണും പങ്കെടുത്തു. ജോണിന് കിട്ടിയ ജോലി എന്താണെന്ന് വെച്ചാൽ യുദ്ധം നിരീക്ഷിക്കുക. എവിടെയാണ് ശത്രു, സൈന്യം എവിടെയാണ്, താവളം എവിടെയാണ് എന്നെല്ലാം നിരീക്ഷിക്കലാണ് ജോലി. അങ്ങനെ ഒരു ദിവസം കുതിരപ്പുറത്ത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ജോൺ പോവുകയായിരുന്നു. വലിയ പരിചയമില്ലല്ലോ. പെട്ടെന്ന് കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണത് ശത്രുപാളയത്തിൻ്റെ അടുത്താണ്. ജോണിന് മനസ്സിലായി, ദൈവമേ, ശത്രു ഇപ്പോൾ എന്നെ കാണും, ശത്രുക്കൾ കാണും, ഇപ്പോൾ ജീവൻ പോകും, ആകെ അപകടത്തിലായല്ലോ. മാതാവേ, രക്ഷിക്കണേ, ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് മനം നൊന്തോടെ നിന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് ആ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ പെട്ടെന്ന് അവിടുന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റി. യുദ്ധം മുന്നോട്ട് നീങ്ങി. മറ്റൊരു സംഭവം കൂടി അവിടെ നടക്കുകയാണ്. ശത്രുക്കളിൽ നിന്ന് കൊള്ള ചെയ്യപ്പെടുന്ന വസ്തുക്കളെല്ലാം സൂക്ഷിക്കേണ്ട ചുമതലയും നമ്മുടെ ജോണിനായിരുന്നു. അവിടെ സൂക്ഷിച്ചു വെച്ച കൊള്ളവസ്തുക്കൾ, അവരിൽ നിന്ന് എടുത്ത കൊള്ളവസ്തുക്കളെല്ലാം സൂക്ഷിച്ചെങ്കിലും ആരോ വീണ്ടും അത് കട്ടുകൊണ്ടുപോയി. അവരുടെ സെറ്റിൽപ്പെട്ട ആളുകൾ തന്നെയാണ് കട്ടുകൊണ്ടുപോയി. ഉടനെ സൈന്യാധിപൻ കൽപ്പിച്ചു, ജോൺ അത് കട്ടെടുത്തു, അതുകൊണ്ട് അവനെ ഇപ്പോൾ തന്നെ വധിക്കണം. അങ്ങനെ അവനെ വധശിക്ഷയ്ക്ക് ഏർപ്പാടാക്കുകയാണ്, കൽപ്പിക്കുകയാണ്. ജോൺ എന്ത് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ജോൺ പറയാൻ പോകുന്നുണ്ട്, ഞാനല്ല. പക്ഷെ അവരൊന്നും കേൾക്കുന്നില്ല. തൂക്കിലേറ്റാൻ റെഡിയായി, ടൈം റെഡിയായി, കയറിൻ്റെ മുന്നിലേക്ക് ജോണിനെ എത്തിച്ചു. ജോൺ ഉള്ളിൽ പ്രാർത്ഥിച്ചാൽ നിൽക്കണ, ദൈവമേ, ആരും ഇല്ലല്ലോ, കഴിഞ്ഞല്ലോ എല്ലാം എന്ന്. കയറ് വലിക്കുന്ന ആ കറക്റ്റ് നേരത്ത്, ബേസ് അങ്ങോട്ട് മാറ്റുന്ന കറക്റ്റ് നേരത്ത് പെട്ടെന്ന് മറ്റൊരു അധികാരി അവിടെ വന്നു. അയാൾ പറഞ്ഞു, ഇത് ജോണല്ലേ? ജോൺ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ. പെട്ടെന്ന് മറ്റു സൈന്യാധിപനോട് പറഞ്ഞു, കേൾക്കണം ഇവനെ, ജോണിനെ കേൾക്കണം. വീണ്ടും സത്യാവസ്ഥ ജോൺ പറഞ്ഞു. അങ്ങനെ ഈ ജോണിനെ ഈ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. മറ്റേ സൈന്യാധിപൻ പറഞ്ഞു, നീ ഇവിടുന്ന് പൊക്കോ, പിന്നെ യുദ്ധത്തിന് നിൽക്കണ്ടെന്ന് പറഞ്ഞു. അവൻ ആ യുദ്ധരംഗത്ത് നിന്ന് പോവുകയാണ്. വർഷം ഇപ്പോൾ 29 കടന്നുപോയി. എവിടുന്ന് വീട്ടിൽ നിന്ന് വന്നിട്ട്, മാതാപിതാക്കളെ കണ്ടിട്ട്, സ്വന്തം രാജ്യം കണ്ടിട്ട് അത്രയും നാളായി. അപ്പം ജോണിന് തോന്നി, എത്ര നാളായി ഞാൻ പോന്നിട്ട്, എൻ്റെ അപ്പനും അമ്മയും എന്തെടുക്കണം, അവർക്കൊരു കണക്ഷൻ ഇല്ല. അന്ന് പോന്നതിൽ പിന്നെ ഒരു കണക്ഷനും ഇല്ല. ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജോൺ നാട്ടിലേക്ക് പോവുകയാണ്, പോർച്ചുഗലിലേക്ക് പോവുകയാണ്, വീട് ഇരിക്കുന്ന സ്ഥലത്ത്. അവിടെ ചെന്ന് ആരെയും പരിചയക്കാരൊന്നും കാണാനില്ല. ചോദിച്ചു, എൻ്റെ വീട് എവിടെയാ വീട്? അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഇവിടുത്തെ സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഏക മകൻ പോയ ദുഃഖത്താൽ, നമ്മൾ പറഞ്ഞു ദത്തെടുത്തിട്ട് പോയെന്ന്, പക്ഷെ അന്നത്തെ കാലത്ത് ആ ദത്തെടുത്ത് പോയാലും പിന്നെ കാണുന്നില്ല, എവിടേക്ക് പോയെന്ന് അറിയുന്നില്ല. വേറൊരാൾ വഴിയാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് എവിടേക്ക് പോയെന്നൊന്നും അറിയുന്നില്ല. ആ ഏക മകൻ നഷ്ടപ്പെട്ട വേദനയിൽ അമ്മ രോഗിയായി പെട്ടെന്ന് തന്നെ അമ്മ മരിക്കുകയാണ് ഉണ്ടായത്. അമ്മ മരിച്ചപ്പോൾ ഭർത്താവിന്, ഈ കൊച്ചിൻ്റെ അപ്പന്, ജോണിൻ്റെ അപ്പന് വിഷമമായി.
എന്തു ചെയ്യും? ആരുമില്ല. മോനും പോയി. മോനും നഷ്ടപ്പെട്ടു, എവിടെയാണെന്നറിയില്ല. ഭാര്യയും പോയി. അപ്പോൾ ദൈവത്തിലേക്ക് അടുത്ത് അന്ന് ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്ന് അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് കടന്ന് ഫ്രാൻസിസ്കൻ വൈദികരുടെ കൂടെ സന്യസിക്കാനായിട്ട് പോയി. അങ്ങനെ ആ ജീവിതത്തിലേക്ക് പോയി. ഇപ്പോൾ എവിടെയാണ് അപ്പനെന്നും അറിയില്ല. അപ്പോൾ ആരെക്കുറിച്ച് ഒരു അഡ്രസ്സ് ഇല്ല. ഉള്ളിൽ തോന്നിയ പ്രചോദനം അനുസരിച്ച് എന്നാ കുറച്ച് നാൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാം, ലോകത്തിൽ ജീവിക്കാം, ഒപ്പം ദൈവവേല ചെയ്യാം. എന്നാ മിഷണറി വേലകൾ ചെയ്യുന്ന കാലഘട്ടമാണ്. അങ്ങനെ ആഫ്രിക്കയിലേക്ക് കപ്പൽ കയറി സ്യൂട്ട എന്ന പ്രദേശത്തേക്ക് പോകാനായിട്ട് റെഡിയാകുകയാണ്. പൈസ ഇല്ല കപ്പൽ കയറാനായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു പ്രഭു കുടുംബത്തെ പരിചയപ്പെട്ടു. അവരും കപ്പലിൽ പോകാനുള്ളവരാണ്. അവരെ പരിചയപ്പെട്ടു. ജോൺ പറഞ്ഞു, എനിക്കും സ്യൂട്ടായിലേക്ക് പോകണം, ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ, ഞാൻ നിങ്ങളുടെ ദാസനായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ജോലി ചെയ്ത് നിങ്ങളെ സഹായിച്ചോളാം, ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അവർ സമ്മതിച്ചു. ഒരു ജോലിക്കാരനെ കിട്ടിയല്ലോ, അങ്ങനെ സമ്മതിച്ചു. അവർ കുടുംബമടക്കം കപ്പൽ കയറി ആഫ്രിക്കയിലെ സ്യൂട്ടായിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഈ പ്രഭുവിന്റെ കുടുംബം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഭയങ്കര ലാവിഷായിട്ട് ജീവിച്ച് പെട്ടെന്ന് അവരുടെ പൈസ തീർന്നു, രോഗികളെ, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പൊ ഇവരെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ജോൺ അവിടെ ജോലിയെടുത്തു. അന്ന് അവിടെ കോട്ട നിർമ്മിക്കുന്ന ജോലി ഉണ്ടായി. അവിടെ പണിക്കാരനായിട്ട് ജോൺ നിന്ന് ഇവർക്ക് വേണ്ടി ജോലി ചെയ്ത് അങ്ങനെ വന്നു. ഈ കോട്ട നിർമ്മിക്കാൻ വേണ്ടി വേറെയും അവിടെ പടയാളികൾ പോലെയുള്ളതും അതുപോലെ അടിമകൾ പോലെയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവിടുത്തെ രാജാവ് അവിടെ ജോലി ചെയ്യുന്നവരെ വലുതായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാണ്. അവിടെ ആരെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ അവരെ എല്ലാം പീഡിപ്പിക്കുകയാണ്. ഈ പീഡനം എല്ലാം കണ്ടിട്ട് കുറെ ക്രൈസ്തവരും യുവാക്കളൊക്കെ മറ്റു മതങ്ങളിലേക്ക് അവർ പോവുകയാണ്. അത് കണ്ടപ്പോൾ നമ്മുടെ ജോണിന് ഭയങ്കര വിഷമമായി. എല്ലാവരും ഇങ്ങനെ പോവുകയാണല്ലോ, ഇവരെ എല്ലാം വീണ്ടും യേശുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഫ്രാൻസിസ്കൻ വൈദികൻ പറഞ്ഞു, ജോണെ, ഇവിടെ അത് എളുപ്പമല്ല, ഒരു കാര്യം ചെയ്യാം, നിനക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് സ്പെയിനിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ, അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പം അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ഈ കുടുംബത്തെ വിട്ടു പോണല്ലോ, എങ്കിലും ദൈവത്തിന്റെ ഒരു വിളി പോലെ തോന്നിയിട്ട് അവിടെ നിന്ന് വിട്ട് സ്പെയിനിലേക്ക് പോയി. സ്പെയിനിൽ ചെന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ആദ്യം തന്നെ പള്ളികളിലെല്ലാം കയറിയിറങ്ങി പ്രാർത്ഥിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ട? നീ ഒന്ന് പറയ എന്ന് പറഞ്ഞ് പള്ളികളിൽ മാറി മാറി നടന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ ഉള്ളിലൊരു ആശയം തോന്നി, എന്നാ എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് കുറച്ച് പുസ്തകം മേടിച്ച് നാട്ടിൽ ഇങ്ങനെ കൊടുത്താലോ. അപ്പോൾ കുറച്ച് പുസ്തകം മേടിക്കാം, അപ്പം ഈശോനെ പറയുകയും ചെയ്യാം, ദൈവത്തെക്കുറിച്ച് പറയുകയും ചെയ്യാം. അങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ മേടിച്ചിട്ട് ഈശോയുടെ അല്ലെങ്കിൽ നല്ല ദൈവ വിശ്വാസപരമായ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. അങ്ങനെ ഒരിക്കൽ ഒരു സ്പോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വിറ്റോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബാലൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ബാലൻ വന്നിട്ട് പറഞ്ഞു, നിനക്കുള്ള കുരിശ് ഗ്രാനഡയിൽ, സ്പെയിനിലെ ഒരു ചെറിയ സ്ഥലമാണ് ഗ്രാനഡയിലാണ്, അവിടെയാണ് നിനക്കുള്ള മഹത്വീകരണവും. ആ ബാലൻ അപ്രത്യക്ഷമായി. എന്തോ ഒരു നിയോഗം പോലെ എവിടുന്നോ വന്ന ഒരു ബാലൻ. വീണ്ടും ഇങ്ങനെ പുസ്തകം വിറ്റ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രാനഡയിലേക്ക് സൗകര്യാർത്ഥം പുസ്തക വിൽപ്പന മാറ്റി. ഗ്രാനഡയിൽ ഒരു ദിവസം ഒരു അനൗൺസ്മെന്റ് വരികയാണ്, ഇന്ന് രക്തസാക്ഷികളുടെ ദേവാലയത്തിൽ വെച്ച് ഫാദർ ജോൺ ആവിലയുടെ ഒരു പ്രസംഗമുണ്ട്, എല്ലാവരും വരണം. അപ്പൊ പുസ്തക വിൽപ്പനയൊക്കെ നടത്തി ആ പ്രസംഗം കേൾക്കാനായിട്ട് നമ്മുടെ ജോണും അവിടെ ചെന്നു. ഫാദർ ജോൺ പറഞ്ഞത് പാവങ്ങളെ കുറിച്ചിട്ടാണ്. ജോൺ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, ഈ ലോകത്തിലല്ല നമ്മുടെ സമ്പാദ്യം, ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മുടെ വില. ദുഃഖവും ദുരിതവും അനുഭവിച്ചാലും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാ ദുരിതങ്ങളുടെയും പ്രതിഫലം സ്വർഗത്തിൽ നമുക്ക് ലഭിക്കും. ഈ ലോകത്തിൽ സന്തോഷം അനുഭവിച്ചാൽ അത് ഇവിടം കൊണ്ട് തീരും. എന്നാൽ ഇവിടെ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നവർക്ക് പ്രതിഫലം സ്വർഗത്തിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, പാവങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്തും. അടുത്തുള്ള ദൈവത്തെ നിങ്ങൾ കാണൂ, അവനെ ശുശ്രൂഷിക്കൂ. ഇങ്ങനെ ഓരോ വാചകവും ഈ ഫാദർ ജോൺ ആവില ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ ചങ്കിലേക്ക് ഇങ്ങനെ തറച്ചു കൊള്ളുകയാണ്. ഇങ്ങനെ, ഓ, എൻ്റെ ചങ്കിലേക്കാണല്ലോ, എന്നോടാണല്ലോ ഇത് പറയുന്നത് എന്ന് ജോണിന് തോന്നി. അങ്ങനെ തോന്നി മനോവിഷമം കൊണ്ടോ ഉള്ളിൽ ടച്ച് ചെയ്തത് കൊണ്ടോ പെട്ടെന്ന്
ഈ ജോണിന് കൺട്രോൾ പോയ പോലെയുള്ള ഒരു പെരുമാറ്റമായി, ഭയങ്കരമായിട്ടുള്ള ഒരു പരിഭ്രാന്തി പോലെയുള്ള ഒരു പെരുമാറ്റം. കർത്താവേ കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ, കരുണ തോന്നണമേ, ഞാൻ പാപിയാണ്, അങ്ങനെ പറഞ്ഞു. അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി, അവിടെ കിടന്ന് ഇടിക്കാൻ തുടങ്ങി, ഭിത്തിമേ ഇടിക്കാൻ തുടങ്ങി, കിടന്ന് ഉരുളാൻ തുടങ്ങി, വായിലെടുത്ത് മണ്ണിടാൻ തുടങ്ങി. ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ടപ്പോൾ ആളുകൾക്ക് തോന്നി ഇതിനെ വട്ടുപിടിച്ചെന്ന്. നല്ല ഇയാളെ ശിക്ഷിക്കാൻ അങ്ങോട്ട് തോന്നി. അന്ന് അവിടെ അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാണിച്ചാൽ രോഗികളായാലും എന്തായാലും അവരെ പീഡിപ്പിച്ചിട്ടാണ് അവരെ നന്നാക്കാനായിട്ട് നോക്കുന്നത്. ഇയാളെ അങ്ങനെ ഇട്ടൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ട് കെട്ടിയിട്ട് അടിച്ച് ഇങ്ങനെ പീഡിപ്പിക്കുകയാണ്. അപ്പോൾ ഉടനെ ഉള്ളിൽ പറയുകയാണ്, ജോൺ പറയുകയാണ്, ഈശോയെ ഈ പീഡ ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം ഞാൻ നിന്നെ അറിയാതെ, നിന്നെ സ്നേഹിക്കാതെ പോയ ആ ദിനങ്ങളിലെ പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ ഇത് കാഴ്ചവെക്കുന്നു. പക്ഷേ ഈശോയെ, എൻ്റെ ഒപ്പം നിൽക്കുന്ന മറ്റു രോഗികളെയും ഇവരിങ്ങനെ തല്ലുന്നുണ്ടല്ലോ. ഒരു രോഗീനെ സുഖപ്പെടുത്തേണ്ടത് തല്ലിയിട്ടല്ലല്ലോ, സ്നേഹിച്ചും കരുതൽ കൊടുത്തിട്ടും ശുശ്രൂഷിച്ചിട്ടും അല്ലേ. അപ്പൊ ഇത് കണ്ട് ജോൺ തന്നെ ഉള്ളിലൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ രോഗികളെ സ്നേഹത്തോടുകൂടെ ശുശ്രൂഷിക്കും. എന്നിട്ട് ഉള്ളിൽ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവമേ, പാവങ്ങളെ സ്നേഹിക്കാൻ, സേവിക്കാൻ, രോഗികളെ ശുശ്രൂഷിക്കാൻ എനിക്ക് നീ ഒരു വിളി തരണേ എൻ്റെ ദൈവമേ എന്നുള്ളിൽ അങ്ങനെ പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിലെല്ലാം ജോൺ ആവിലയിലെ ഫാദർ ജോണുമായിട്ടും സംസാരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കൺസൾട്ട് ചെയ്യുന്നുണ്ട്. തൻ്റെ ഒരു ആത്മീയ പിതാവായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഈ ജോണച്ചനോടാണ്. ജോണച്ചൻ പറഞ്ഞു, ദൈവം നിന്നെ പുതിയ മേഖലയിലേക്ക് വിളിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഗ്വാഡലപ്പയിലേക്ക് പോവുക. അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെ ഹോസ്പിറ്റലുകൾ കുറേ ഉണ്ട്. എങ്ങനെയാണ് പുതിയ തരത്തിലൊക്കെ ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുക. അപ്പം നീ കുറച്ച് നാൾ പോയിട്ട് അവിടെ പോയി പഠിക്ക്. ഗ്വാഡലപ്പയിൽ പോയി മാതാവിനെ കണ്ടു, പ്രാർത്ഥിച്ചു, പഠിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് വീണ്ടും ഗ്രാനഡയിലേക്ക് വരികയാണ്. ഗ്രാനഡയിൽ താമസിക്കാൻ സ്ഥലമില്ല, സ്വന്തമായിട്ട് വീടില്ല, ആളുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ അച്ഛൻ തന്നെ എന്ത് ചെയ്തു, മറ്റേ ജോണച്ചൻ തന്നെ, ആവിലയിലെ ജോണച്ചൻ തന്നെ ഒരു പ്രഭുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ജോണാണ്, താമസിക്കാൻ സൗകര്യമില്ല, പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു റൂം ഒന്ന് കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട്, ഈ അച്ഛന്മാരെയൊക്കെ അവർക്ക് നല്ല വിലയുള്ളത് കൊണ്ടും ബഹുമാനമുള്ളത് കൊണ്ടും നമ്മുടെ ജോണിനെ ഒരു പ്രഭുവിന്റെ വീട്ടിൽ ഒരു റൂമിൽ താമസിക്കാനായിട്ട് സ്ഥലം കൊടുത്തു. ജോൺ അവിടെ രാത്രിയിൽ അവിടെ താമസിക്കും, പകല് മുഴുവൻ തെരുവോരങ്ങളിലെല്ലാം പോയിട്ട് രോഗികളെ ശുശ്രൂഷിക്കലാണ് ജോണിന്റെ ജോലി. അപ്പൊ ഒരു ദിവസം പകലെല്ലാം ഇങ്ങനെ പോയി രോഗികളെല്ലാം നോക്കിയിട്ട് രാത്രി റൂമിൽ വന്നപ്പോൾ തോന്നി, ഞാൻ എന്തൊരു നല്ല റൂമിൽ ഇപ്പൊ കിടക്കാൻ വന്നേണേ. ഞാൻ വന്നത് ആ തെരുവിന്നല്ലേ, തെരുവിൽ മനുഷ്യർക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ല, കുടിക്കാൻ വെള്ളമില്ല, തല ചായ്ക്കാൻ ഒരു ഇടമില്ല. എൻ്റെ റൂമിൽ എന്തോരം സ്ഥല, ഈ വീടിന്റെ മുറ്റത്തും എന്തോരം സ്ഥല, നാളെ തൊട്ട് ഞാൻ അവരെയും കൊണ്ടിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, പിറ്റേ ദിവസം തുടങ്ങിയിട്ട് ആ തെരുവിലുള്ള എല്ലാവരെയും ഈ റൂമിലേക്ക്, പ്രഭുവിന്റെ കൊടുത്ത ഈ റൂമിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്രഭുവിന്റെ ദേഷ്യം വന്നു. ഇവന്റെ നേച്ചർ ഇങ്ങനെയാണ്, അപ്പൊ അതുകൊണ്ട് ഇനി ഇവനെ അധികം ഇവിടെ നിർത്തിയാൽ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ജോണച്ചനോട് പറഞ്ഞു ഇനി കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ വീട്ടിൽ നിന്ന് ജോണിനെ പുറത്തേക്ക് വിട്ടു. അപ്പൊ നമ്മുടെ ആവിലയിലെ ജോണച്ചന്റെ പ്രത്യേകത, ആളൊരു സോഷ്യൽ പ്രവർത്തകനാണ്. അവിടുത്തെ പാവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആളുടെ ലീഡർഷിപ്പിൽ കുറച്ച് സ്ഥലം കണ്ടെടുത്ത്, ഓരോ വീടുകൾ പോലെ കണ്ടെടുത്ത് അവിടെ താമസിക്കുന്ന ഒരു പരിപാടിയും ജോണച്ചൻ ചെയ്യുന്നുണ്ട്. ജോണച്ചൻ നമ്മുടെ ജോണിനോട് പറഞ്ഞു, എൻ്റെ കൂടെ കൂടിക്കോ, ഇപ്പൊ നമുക്ക് ഇത്രയും പാവങ്ങൾ ഇവിടെയുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് ഒരു കെട്ടിടം കൂടി വാങ്ങാം, അതിൻ്റെയും ചാർജ് നിനക്ക് തരാം, അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നീ എൻ്റെ കൂടെ പോരെ. അപ്പൊ ഇവരുടെ ജോലി എന്താ വെച്ചാൽ, ജോണിന്റെ ജോലി അന്നത്തെ കാലത്തും ഇങ്ങനെയാണ്, വിറകുകൾ പറക്കിയിട്ട് വിറ്റാൽ നല്ല കാശ് കിട്ടും. ആ കാശ് കൊണ്ട് ആളുകൾക്ക് സാധനങ്ങൾ വേണ്ടി, പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങും. അതുപോലെ തന്നെ ജോൺ എന്താ ചെയ്തത് വെച്ചാൽ, ഒരു വലിയ ബാഗ്, ഒരു കൊട്ട ഇങ്ങനെ പുറത്തു കൂടെ ഇട്ടു, 2-3 ഒന്നൊന്നുമല്ല, 1, 2, 3, 4, 5 ഒരെണ്ണത്തിൽ ഭക്ഷണം ഇടാൻ, ഒരെണ്ണത്തിൽ വസ്ത്രം ഇടാൻ, ഒരെണ്ണത്തിൽ ഫ്രൂട്ട്സ് ഇടാൻ, ഒരെണ്ണത്തിൽ മറ്റ് സാധനങ്ങൾ ഇടാൻ, അങ്ങനെ പല ബാഗുകൾ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവസ്നേഹത്തെ പ്രതി തരുവാൻ തോന്നുന്ന വ്യക്തികളെ, നിങ്ങൾ ദൈവസ്നേഹത്തെ പ്രതി ഈ പാവങ്ങൾക്കായിട്ട് എന്തെങ്കിലും തന്നാൽ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പറഞ്ഞിങ്ങനെ നടന്നു. ഇയാളുടെ ഈ പോക്ക് കണ്ടപ്പോൾ ആളുകൾക്കും കൊടുക്കാൻ തോന്നി. അപ്പം അങ്ങനെ കിട്ടിയതെല്ലാം കൊണ്ടുവന്ന് ഇവർ ഈ കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ പങ്കുവെച്ച്
അങ്ങനെ സന്തോഷമായിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങൾ ജോൺ ചെയ്യുന്നുണ്ട്. ജോണിന്റെ ഒരു പ്രവൃത്തി, ജോൺ ഇങ്ങനെ കത്തി കത്തിയാണ് നിൽക്കുന്നത്. ജോണിന് ഒരു സ്ഥലം മാത്രമൊന്നുമല്ല, അവിടെ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം പോയി പാവങ്ങളെ ശുശ്രൂഷിക്കുകയാണ്. സമ്മതിക്കണം, എന്തൊരു തീക്ഷ്ണതയാണ്! യേശുവിനെ പ്രതി എല്ലാ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു തീക്ഷ്ണതയാണ്. ജോൺ അതിനുശേഷം പോയത് വേശ്യാലയത്തിലേക്ക്. അന്ന് അവിടെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് കുറേ ഉണ്ട്, വേശ്യാലയങ്ങളും കുറേ ഉണ്ട്. അവിടെ ചെന്നു. അങ്ങോട്ട് ചെല്ലുന്നത്, അവരുടെ മുമ്പിലേക്ക് ചെല്ലുന്നത് തൻ്റെ കയ്യിലുള്ള വലിയ കുരിശും പിടിച്ചിട്ടാണ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ഓരോ വേശ്യാസ്ത്രീകളുടെയും അടുത്ത് ചെന്നിട്ട് സ്നേഹപൂർവ്വം ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പറയും. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തിയില്ല, നീ ഇങ്ങനെയാണല്ലോ പാപിയാണെന്നൊന്നും അവരോട് പറഞ്ഞില്ല. മറിച്ച് എന്ത് ചെയ്തു? ഈശോയുടെ സ്നേഹം എന്നിട്ട് അവരോട് വർണ്ണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാപിയാണ് മകളെ, ഈശോ എന്നെ സ്നേഹിച്ചു, ഈശോയുടെ സ്നേഹത്താലാണ് ഞാൻ രക്ഷപ്പെട്ടത്, ആ ഈശോ നിന്നെയും വിളിക്കുന്നു. അങ്ങനെ സ്വന്തം പാപം അവിടെ നിന്ന് ജോൺ പറയണത് കേട്ടിട്ട് തന്നെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ആ സ്ത്രീകൾ കാണുമ്പോൾ അവർ തന്നെ അറിയാതെ ഈശോയിലേക്ക് അങ്ങനെ വരികയാണ്, തന്നെ മനസ്താപപ്പെട്ട് വരികയാണ്. അവരെല്ലാം നല്ല വഴിയിലേക്ക് അങ്ങനെ തിരിഞ്ഞു പോവുകയാണ്. അതുപോലെ ഇഷ്ടം പോലെ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്തത്, ഒരിക്കൽ അവിടെ ഒരു പകർച്ചവ്യാധി പിടിപെട്ടു. അപ്പോൾ ഒരു മനുഷ്യന് രോഗം വന്നു. ഇയാളെ ആരും ആശുപത്രിയിൽ കയറ്റണില്ല. മറ്റുള്ളവർക്ക്, എല്ലാവർക്കും ഉള്ളൊരു പകർച്ചവ്യാധിയല്ല, ഒരു ബാക്ടീരിയൽ ഒരു ഇൻഫെക്ഷനാണ് വന്നത്. അപ്പോൾ ഇയാളെ ഒറ്റ ഹോസ്പിറ്റലുകാർ എടുക്കണില്ല, അത്രയ്ക്കും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു രോഗമാണ്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഓർഗൻസിനെയും ബാധിക്കും, ചെയ്ത് കഴിയുമ്പോൾ മരിക്കും. അതുകൊണ്ട് ഈ രോഗിനെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് അവിടുത്തെ ഹോസ്പിറ്റലുകൾ പറയുന്നത്. അപ്പം എന്ത് ചെയ്തു? ജോൺ പോയിട്ട് പറഞ്ഞു, ഈ രോഗിനെ എനിക്കൊരു മുറി വേണമെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് ചെന്നു. എന്നിട്ട് ആശുപത്രിയിൽ ചെന്നിട്ട് ആൾക്ക് വേണ്ടിയിട്ട്, ജോണിന് വേണ്ടി ഒരു റൂം ബുക്ക് ചെയ്തു. ആ റൂമിൽ ഈ രോഗീനെ ജോൺ തന്നെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി. അതുപോലെ മറ്റൊരു സംഭവം, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. വേറൊരു ഹോസ്പിറ്റലിൽ, ഒരു റോയൽ ഹോസ്പിറ്റല്, മാനസിക രോഗികളുടെ ഹോസ്പിറ്റലാണ്. അവിടെ പെട്ടെന്ന് അഗ്നിബാധയുണ്ടായി. തീ അങ്ങോട്ട് പിടിച്ചു. എല്ലാവരും നോക്കി നിൽക്കുക. അപ്പം എല്ലാവർക്കും പേടിയും വിഷമമായി. ഇപ്പം എല്ലാവരും മരിക്കും, അവർക്ക് ഓടി രക്ഷപ്പെടാനും പറ്റുന്നില്ല. പെട്ടെന്ന് ജോൺ ഓടി ആശുപത്രിയിലേക്ക് കയറി, പെട്ടെന്ന് അങ്ങനെ ഉള്ളിലേക്ക് കയറി ഓരോ വാർഡിൽ നിന്നും രോഗികളെ എടുത്ത് പുറത്തേക്കിട്ട്, അതിനു മുമ്പ് എന്ത് ചെയ്തു? കത്തിപ്പിടിക്കുന്ന സാധനങ്ങളെ പെട്ടെന്ന് ആൾ ജനലെ കൂടെ പുറത്തിട്ട്, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾ വേറെ അധികം ആരും അങ്ങനെ രക്ഷകരായിട്ട് പോകുന്നില്ല. പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പേടിയായി, ഇപ്പൊ മരിക്കൂല്ലോ, ജോൺ ഇപ്പൊ തീ പിടിക്കൂല്ലോ, ഇപ്പൊ കത്തി കരിക്കട്ടയാവുമല്ലോ എന്നിങ്ങനെ പേടിച്ചങ്ങനെ ഇരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ജോൺ വളരെ ഈസിയിൽ, ഒരു കുഴപ്പമില്ലാതെ പുറത്തു വരികയാണ്. കൺപീലി മാത്രം അല്പം ഒരു ഇച്ചിരി കരിയലുണ്ടായി, വേറെ ഒന്നും ഒരു ശരീരത്തിൽ ഒരു കേടും പറ്റിയില്ല. അങ്ങനെ പുറത്തു വന്നു. അതുപോലെ ഇഷ്ടം പോലെ പ്രവർത്തനങ്ങളാണ് ജോൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരിക്കൽ പെഡ്രോ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാള് മദ്യത്തിനും മറ്റ് തിന്മകൾക്കൊക്കെ അടിമപ്പെട്ട് നടക്കുകയായിരുന്നു. അയാളുടെ കൂട്ടുകാരനെ പെഡ്രോ പെട്ടെന്ന് അവർ തമ്മിൽ തല്ലുകൂടി കുത്തിക്കൊന്നു. അങ്ങനെ വന്നപ്പോൾ ആ കൊല്ലപ്പെട്ട കൂട്ടുകാരന്റെ ചേട്ടൻ ആന്റൺ, അയാൾ പറഞ്ഞു, എൻ്റെ അനിയനെ കൊന്ന പെഡ്രോ, നിന്നെ ഞാൻ ശരിയാക്കും, നിന്നെ ഞാൻ കേസിൽ കൊടുക്കും, നിന്നെ ഞാൻ ശരിയാക്കും, നിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ ജയിലിലടച്ചു. അപ്പോൾ പെഡ്രോ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെയാണ്, എനിക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം വഹിക്കണം, ആന്റനോട് പറയണം എന്നെ രക്ഷിക്കാൻ, എന്നോട് ക്ഷമിക്കാൻ പറയണം. ആന്റൺ എന്ത് ചെയ്താ? സമ്മതിക്കണില്ലേ? അങ്ങനെ വേണ്ട, അങ്ങനെ നീ അങ്ങോട്ട് വേണ്ട, നീ ശിക്ഷ സ്വീകരിച്ചേ പറ്റുള്ളൂ, ഈ കേസ് വിജയിക്കോളം ഞാൻ മുന്നോട്ട് പോകും. അങ്ങനെ കേസെടുത്ത് ആന്റൺ എന്തായി? പാപ്പരെ, കാശ് വേണ്ടേ കേസ് നടത്താനായിട്ട്? കാശ് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. അപ്പൊ ആന്റൺ പൈസ ഇല്ലാണ്ടായപ്പോ ഇനി പൈസ ഉണ്ടാക്കാൻ എന്താ മാർഗം? നമുക്കറിയാം അന്ന് ചെയ്തവരെന്താണ്? പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അങ്ങനെയാണ് വേശ്യാലയം നടത്തിയത്. അങ്ങനെ നടത്തി വേശ്യാലയത്തിലെ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജോൺ പോയത്. അപ്പോഴാണ് ഇവരെയും കണ്ടത്. ഇവരോട് പറഞ്ഞു, ആന്റനോട് പറഞ്ഞു, ആന്റൺ, ദൈവം ക്ഷമിക്കുന്നവനല്ലേ ആന്റൺ, ക്ഷമിക്ക്, സാരമില്ല, പെഡ്രോട് ക്ഷമിക്ക്. അതുവരെ പറഞ്ഞിട്ടും കേൾക്കാതിരുന്ന ആന്റൺ പെട്ടെന്ന് ഈ നമ്മുടെ വിശുദ്ധ ജോണിന്റെ വാക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് ക്ഷമിക്കാൻ അങ്ങോട്ട് ഉള്ളിൽ നിന്ന് അലിഞ്ഞങ്ങോട്ട് ക്ഷമിക്കാമെന്നുള്ളൊരു മനസ്സിലേക്ക് വരികയാണ്. പെഡ്രോയും ആന്റണും തമ്മിൽ കെട്ടിപ്പിടിച്ച് അവര് ക്ഷമിച്ചു. അവരൊരു പുതിയ ജീവിതം നയിച്ചു. ഇവര് വിശുദ്ധ ജോണിന്റെ കൂടെ കൂടിയിട്ട് പറയുകയാണ്, ഞങ്ങളും ഈ പാവങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ജോണെ നിങ്ങളുടെ കൂടെ കൂടുന്നു എന്ന് പറഞ്ഞ് അവരും കൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.
അപ്പൊ ഇപ്പൊ എങ്ങനെയായി? അപ്പോൾ ജോൺ പറഞ്ഞു, എന്നെ കൊണ്ട് തന്നെ പറ്റില്ല, മറ്റേ ജോൺ അച്ഛൻ ഉണ്ടായാലും കാര്യമില്ല, നമ്മൾ ഈ തുടങ്ങിയിരിക്കുന്ന ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകണം. അങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മുന്നോട്ടൊരു ഗ്രൂപ്പായിട്ട്, അപ്പൊ സേവിക്കാനും സ്നേഹിക്കാനുമുള്ള കുറെ മനുഷ്യരും വരുന്നു, സ്നേഹവും സ്നേഹനവും സ്വീകരിക്കുന്ന പാവങ്ങളും അവിടെയുണ്ട്. ഇത് മുന്നോട്ട് പോവുകയാണ്. ബിഷപ്പ് ഇത് അറിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ബിഷപ്പിന് അറിയാം. ബിഷപ്പ് കാലാകാലങ്ങൾ വന്ന് അന്വേഷിക്കുന്നുണ്ട്. എതിർപ്പുകളും ഇഷ്ടം പോലെയുണ്ട്. ഇവർ ഈ വേശ്യകളെ വെച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്, ഇവരൊന്നും ശരിയല്ല, ഇവര് പാവങ്ങളാന്നും പറഞ്ഞിട്ട് ഒത്തിരി പേര് കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ജോൺ പറഞ്ഞു, പാപികളെ രക്ഷിക്കാനല്ലേ ഈശോ വന്നത്, സാരമില്ല പോകട്ടെ, നമുക്ക് ക്ഷമിക്കാമെന്ന് പറഞ്ഞ് അവരുടെ അതിനെല്ലാം തെറ്റെല്ലാം ഏറ്റെടുത്തിട്ട് സാരമില്ല എന്ന് വെച്ച് ക്ഷമയോടുകൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരിക്കൽ ബിഷപ്പ് വന്നിട്ട് ജോണിനോട് ചോദിച്ചു, ജോണേ നിന്റെ പേരെന്താ? അതായത് അവിടെ പേര് പറയുമ്പോൾ വലിയ വലിയ വ്യക്തികളുടെയൊക്കെ പേരിന് മുമ്പ് അവരുടെ സ്ഥലത്തിന്റെ പേരോ വീടിന്റെ പേരോ എന്തെങ്കിലും ചേർക്കും. അപ്പൊ ജോൺ പറഞ്ഞു, എനിക്ക് സ്ഥലമില്ല, സ്വന്തമായിട്ട് ആരുമില്ല, ഒന്നും ചേർക്കാൻ എനിക്കില്ല, അതുകൊണ്ട് വേണമെങ്കിൽ കഴുതാന്ന് ചേർത്തോ വേണമെങ്കിൽ, അതോ എനിക്ക് ഇച്ചിരി കൂടി ആപ്റ്റാകും എന്ന് പറഞ്ഞു. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, അല്ല നീ, അപ്പോൾ ആ നാട്ടിലെ പ്രത്യേകത, രാജ്യങ്ങളിലെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ പേരിന് മുൻപിൽ വലിയ വലിയ ആളുകൾക്കാണ് കേട്ടോ ഒരു ദൈവത്തിന്റെ എന്ന് ചേർക്കുന്ന ഒരു പതിവും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കാര്യം ചെയ്യുക, നീ ഇത്രയും വലിയ കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യുന്നതല്ലേ, പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ജോണെ നിന്റെ പേരിന് മുമ്പില് ദൈവത്തിന്റെ ജോൺ എന്ന് ചേർക്കുന്നു. അങ്ങനെയാണ് ജോൺ ഓഫ് ഗോഡ് ആയത്, പേരിട്ട് കൊടുത്തതാണ് അങ്ങനെ. രാവും പകലും സദാസമയവും ആ നാട്ടിലെ ജനങ്ങൾക്കും പാവങ്ങൾക്കും വേണ്ടി അധ്വാനിച്ച ജോൺ പതുക്കെ പതുക്കെ ആരോഗ്യം ക്ഷയിച്ച് രോഗാവസ്ഥയിലേക്ക് വരികയാണ്. അവർ കിടക്കുന്നത് ഒട്ടും സ്ഥലമില്ലാത്ത ഒരു വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ ഒരു പ്രഭു ഇത് കണ്ടിട്ട് വന്ന് പറഞ്ഞു, വേറൊരു പ്രഭു വന്ന് പറഞ്ഞു, ജോൺ ഈ പാവങ്ങളുടെ കൂടെ ഇവിടെ കിടന്നാൽ ഒരു കെയർ കിട്ടില്ല, ഒരു കാര്യം ചെയ്യാം, ജോൺ എൻ്റെ അടുത്തേക്ക് വരിക. ജോൺ പറഞ്ഞു, വേണ്ട, എനിക്ക് എൻ്റെ പാവങ്ങളുടെ കൂടെ കിടന്നാൽ മതി, അവരുടെ കൂടെ മരിച്ചാൽ മതി, അവരുടെ ഇടയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ബിഷപ്പും കൂടി ഇടപെട്ട് ജോണിനോട് പറഞ്ഞു, അനുസരണത്തിന് കീഴിൽ ഞാൻ പറയുന്നു, അങ്ങോട്ട് പൊക്കോ, കുറച്ച് നാള് പ്രഭുവിൻ്റെ അടുത്ത് പോയിട്ട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പ്രഭുവിൻ്റെ വീട്ടിൽ വന്നു, അവിടെ ഒരു റൂം കൊടുത്തു കിടത്തി. അവിടെ കിടന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച ഇടയ്ക്ക് പ്രഭു ചെന്ന് നോക്കുമ്പോൾ ഒരു ദിവസം മുട്ടിന്മേൽ നിന്ന് കുരിശുരൂപത്തിലേക്ക് നോക്കി, അവിടെ വീട്ടിലുള്ള കുരിശുരൂപത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ എന്നോട് കരുണയായിരിക്കണമേ, സ്നേഹമായിരിക്കണമേ. ഉള്ളിലുള്ള ആ സ്നേഹവും ആ എല്ലാം ഈശോയോട് ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ജോൺ മുൻകൂട്ടി പറഞ്ഞിരുന്നു, എൻ്റെ മരണ ദിവസങ്ങൾ അടുത്തു എന്ന്. ഈശോയോടുള്ള സ്നേഹത്തില് ആ മുട്ടിന്മേൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദിവസം ആ നിന്ന നിൽപ്പിൽ അറിയാതെ തൻ്റെ ആത്മാവ് ഈശോയുടെ കരങ്ങളിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് വീട്ടുകാരെല്ലാം വന്നു നോക്കി, പ്രഭു എല്ലാം വന്നു നോക്കിയപ്പോഴും അതേ നിൽപ്പാണ്. പക്ഷേ ആത്മാവ് ദൈവത്തിലേക്ക് ചെന്നു ചേർന്നിരുന്നു. അന്ന് മാർച്ച് 8 1572 ഒരു കോൺഗ്രിഗേഷൻ ആയത്. റൂൾ ആയതൊക്കെ അപ്പൊ തന്നെയാണ്. പിന്നീട് 1696 വിശുദ്ധനായിട്ട് ജോണിനെ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം കുറെ രാജ്യങ്ങളുടെ ഗ്രാനഡ നാടിന്റെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ ജോൺ ഓഫ് ഗോഡിനെ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് 1940 ഗ്രാനഡ നാടിന്റെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ജോൺ ഓഫ് ഗോഡ് കുറെ കാര്യങ്ങളുടെ ഒരു മധ്യസ്ഥനാണ്. നമുക്ക് ആലോചിച്ചാൽ അറിയാം എന്തിൻ്റെയൊക്കെ മധ്യസ്ഥനാണ്. ഫയർഫോഴ്സിന്റെ മധ്യസ്ഥനാണ്. എന്തുകൊണ്ടാ? അന്ന് തീയില് ആശുപത്രിയിലെ ആളുകളെ രക്ഷിച്ചിട്ട് ഒന്നും പറ്റിയില്ല, അതുകൊണ്ട് ഫയർഫോഴ്സുകാരുടെ മധ്യസ്ഥനാണ്. ബുക്ക് സെല്ലേഴ്സിന്റെ മധ്യസ്ഥനാണ്. ഭക്തസാധനങ്ങളുടെ വിൽപ്പനക്കാരുടെ മധ്യസ്ഥനാണ്. എല്ലാ ആശുപത്രികളുടെ മധ്യസ്ഥനാണ്. രോഗികളുടെ മധ്യസ്ഥനാണ്, രോഗം അനുഭവിച്ചതാണ്. ഹാർട്ട് പേഷ്യൻസിന്റെ മധ്യസ്ഥനാണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള വിഷമത്തിൽ കൂടെ കടന്നുപോയി, തിക്താനുഭവങ്ങളിൽ കൂടെ എല്ലാം കടന്നുപോയതാണ്. അതുകൊണ്ട് ഹാർട്ട് പേഷ്യൻസിന്റെ മധ്യസ്ഥനും കൂടിയാണ്. ഡോക്ടേഴ്സിന്റെ, ആശുപത്രികളുടെ, രോഗികളുടെ എല്ലാത്തിൻ്റെയും ഒരു മധ്യസ്ഥനാണ്. ഇന്ന് നമ്മൾ ഈ വിശുദ്ധനെ അനുസ്മരിക്കുമ്പോൾ വിശുദ്ധന്റെ മധ്യസ്ഥം നമുക്ക് തേടാം. എല്ലാവരിലും ദൈവത്തിന്റെ മുഖം കണ്ട്
അവരെ സ്നേഹിക്കാനുള്ള ഒരു കൃപ തരണമേ. ജീവിതത്തിൽ എന്തുണ്ടായാലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈ വിൽ ബി ഡൺ എന്ന് പറയുവാനും യേശുവിൽ വിശ്വസിക്കുവാനുള്ള ഒരു കൃപ തരണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ചുറ്റുമുള്ളവർക്ക് നാടിന് നന്മ പകരാം. സഭ ചെയ്യുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളോടും കോൺഗ്രിഗേഷൻസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ചേർന്ന് നമുക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യാം. വിശുദ്ധ ജോൺ ഓഫ് ഗോഡിൻ്റെ വലിയ മധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് സദാ നേരവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.